തീ പിടിച്ചവരിലേക്ക് ഷെക്കേന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. ഏതാണ്ട് 100ഓളം എപ്പിസോഡുകളായി ഈ ശുശ്രൂഷ നമ്മൾ തുടർന്നു പോരുന്നു. ഇതിനു മുമ്പ് രണ്ട് പേരുടെ അനുഭവങ്ങൾ മാത്രമേ 3 എപ്പിസോഡുകൾ കവർ ചെയ്യേണ്ടതായി വന്നിട്ടുള്ളൂ. ഒന്ന് നവജീവൻ പി യു തോമസ് ചേട്ടൻ്റെയും മറ്റൊരാൾ ഇടുക്കി തങ്കച്ചായൻ്റെയും. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ 3 എപ്പിസോഡിലേക്ക് കടക്കുന്നത്. ബ്രദർ രാജൻ കാഞ്ചിയാറ്. എനിക്കറിയാം, കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പൊഴിയാതെ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും ഈ പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലും എനിക്കും അറിയാതെ കണ്ണു നിറയുന്ന അനുഭവങ്ങളുണ്ടായി. എത്ര ഹൃദയസ്പർശിയായ അനുഭവമാണത്. എത്ര തകർന്നവനെയും അതപ്പതിച്ചവനെയും ആർക്കും വേണ്ടാത്തവരെയും യേശുവിന് വേണം. യേശുവിൻ്റെ കരങ്ങളിൽ ആ വ്യക്തി പ്രയോജനപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവൻ തന്നെയാണോ ഇവൻ എന്ന് മറ്റു മനുഷ്യർ ചോദിച്ചു പോകത്തക്ക വിധത്തിൽ നിന്നെ ഇങ്ങനെയാക്കി മാറ്റിയ ആ ശക്തി എന്താണോ അത് എനിക്കും അനുഭവിച്ചറിയണമെന്ന് മറ്റു മനുഷ്യർ പറയത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി തീരാൻ ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ ബ്രദർ രാജൻ കാഞ്ചിയാറ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ആ 3ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ബ്രദറെ സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ബ്രദറെ വളരെ വളരെ ഹൃദയസ്പർശിയായ അനുഭവമായിരുന്നു. ഇപ്പം നമ്മൾ ഈ 3ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആ 2ാം എപ്പിസോഡ് നിർത്തിയത് ബ്രദറിൻ്റെ അമ്മയ്ക്ക് ആ ധ്യാനം കൂടിയ അവസരത്തിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ച മകനോട് ക്ഷമിക്കാൻ പരിപൂർണമായിട്ട് ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ അമ്മയ്ക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഉദരരോഗം, ആ അൾസറിൻ്റെ പ്രശ്നം പരിപൂർണമായിട്ട് സൗഖ്യം കിട്ടിയ അനുഭവത്തിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ സൗഖ്യം അമ്മയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നീടുള്ള അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആ ഒരു സൗഖ്യാനുഭവത്തിലൂടെ അമ്മ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്നു. 72ാമത്തെ വയസ്സിൽ മാമോദീസ എന്ന കുദാശ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഈ ഒരു അനുഭവത്തിലൂടെ ഒരു പക്ക വിശ്വാസിയായിട്ട് മാറി. അതെ 72ാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിച്ചുകൊണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് 2 പേർക്കും അമ്മയ്ക്കും മകനും ഈ വചനമൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ എഴുത്തും വായനയൊക്കെ അറിയാമായിരുന്നു? 2 പേർക്കും എഴുത്തും വായന അറിയാം. 2 പേർക്കും അറിയാം. 4 ക്ലാസ് വരെ അമ്മയ്ക്ക് പിന്നെ എഴുത്തങ്ങനെ അറിയത്തില്ല, വായിക്കും അത്യാവശ്യം. ബ്രദർ വായിക്കുമായിരുന്നു? അതെ, കുഴപ്പമില്ല. ഓക്കെ. അങ്ങനെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു മാമോദീസ സ്വീകരിച്ച സഭയിൽ അംഗമായി 8 വർഷക്കാലത്തെ ക്രൈസ്തവ ജീവിതം നയിച്ചു. ശരിക്കും പറഞ്ഞാൽ 8 വർഷത്തെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒടുവിൽ അമ്മ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയായിരുന്നു. എവിടെ വെച്ചാൽ മരിക്കുന്നത്? പിന്നെ ഇവിടെ കഞ്ചാറ്റി വെച്ച് തന്നെയാണ്. നമ്മൾ ആ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് പിന്നെ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് അവധി തീരുന്നതിന് മുമ്പ് തന്നെ ഒരാൾ 4000 രൂപ തന്ന് സഹായിച്ചു. 2 പേര് 2000 രൂപ വെച്ച് 4000 രൂപ വിശ്വാസത്തിലേക്ക് വന്നപ്പം ആ ശുശ്രൂഷ പങ്കെടുത്ത് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പം 2-3 പേര് സഹായിച്ച് അങ്ങനെ ആ വീട് നമ്മൾ സ്ഥലവും കൂടെ തിരിച്ചെടുത്ത് അമ്മ ധ്യാനം കൂടി നാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ അമ്മയും കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച് 8 വർഷക്കാലത്തെ ക്രൈസ്തവ ജീവിതം നയിച്ചു. ശരിക്കും ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ അമ്മ നന്നായിട്ട് ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. കൂടി കഴിഞ്ഞപ്പോൾ അമ്മ മനസ്സ് തുറന്ന് ചിരിക്കാൻ തുടങ്ങി. അതെ. അപ്പോൾ എൻ്റെ ഒരു മാറ്റത്തിൻ്റെ സമയം വരെ എൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി അമ്മ കരഞ്ഞെങ്കിൽ പിന്നീട് വിശ്വാസം സ്വീകരിച്ച് ജീവിച്ചിരുന്ന 8 വർഷക്കാലം ഓരോ ദിവസവും ഞാൻ വീട് വിട്ട് ശുശ്രൂഷയ്ക്കുമൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് കൊന്ത ചൊല്ലാനൊന്നും അറിയത്തില്ല, എന്നാലും ജപമാലയും കൈ പിടിച്ച് ക്രൂശിത രൂപത്തിലേക്ക് നോക്കി കരയുന്ന ഒരമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ 8 വർഷക്കാലം ആ അമ്മ കരഞ്ഞത് ഇന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപോ അതിന് ശേഷമോ രാജന് എടുത്തു പറയാവുന്ന എന്തെങ്കിലും ഒരു യോഗ്യത ഉള്ളതുകൊണ്ടല്ല
ശുശ്രൂഷ ജീവിതത്തിലും അനേകം കുറവുകൾ ഉണ്ടായിട്ടും ഇന്നും ഈ ശുശ്രൂഷ ജീവിതത്തിൽ നിലനിൽക്കുന്നെങ്കിൽ, ഇന്ന് ഈ ടേബിൾ വരെ എത്തിയെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഒരമ്മയുടെ ഒരു മകന് വേണ്ടി വർഷങ്ങളോളം ഒഴുക്കിയ കണ്ണുനീരിന് ദൈവമായ കർത്താവ് കൊടുത്ത പ്രതിഫലമാണ്. ഹന്നായുടെ കണ്ണുനീരിന് സാമുവേലിനെ നൽകിയതുപോലെ ആ അമ്മയുടെ കണ്ണുനീരിന് ദൈവം നൽകിയ പ്രതിഫലമാണ് ശരിക്കും രാജൻ കാഞ്ചിയാർ എന്ന് പറയുന്ന വചനപ്രഘോഷകൻ. ഈ നിങ്ങൾ രണ്ടാളും കൂടെ തിരിച്ച് കാഞ്ചിയാറ്റ് ചെന്നപ്പോൾ അവിടെയുള്ള അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? പഴയ ആൾക്കാർക്ക് ബ്രദറിൻ്റെ ജീവിതമൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങുന്ന പ്രാകൃതനായ ഒരു മനുഷ്യനായിരുന്നല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഈ അങ്ങേക്കുണ്ടായ ഈ മാറ്റം കണ്ടപ്പോൾ ഉണ്ടായ അവരുടെ മാറ്റം എന്തായിരുന്നു? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനായിരുന്ന സമൂഹത്തിൽ നിന്ന് ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ദുരനുഭവങ്ങളും ഞാനായിരുന്ന സമൂഹത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല, ബന്ധുമിത്രാദികളുടെ ഇടയിലാണെങ്കിലും. കാരണം എൻ്റെ ഈ മാറ്റത്തിൽ അവരെല്ലാവരും സന്തോഷിക്കുന്നു അന്നും ഇന്നും. ഒരിക്കൽ എന്നെ വീട്ടിൽ കയറ്റാതിരുന്നവരെല്ലാം ഇന്ന് അവരുടെ ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരു ആവശ്യം ഉണ്ടായാൽ, ഒരു ചെറുക്കം വന്നൊരു പെണ്ണിനെ കണ്ടിട്ട് പോയാൽ എന്നെ വിളിച്ചാണ് ചോദിക്കുന്നത്, എടാ ഇതുപോലെ വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ടോ, നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ തന്നെ അവിടെ ഒരു ആർക്കെങ്കിലും ഒരു മാറാതെ നിൽക്കുന്ന ഒരു രോഗമാണെങ്കിൽ എന്നോട് പറയും, എടാ ഇന്നോലാണ്, അത് മരുന്നില്ലെന്നാണ് പറയുന്നത്, അപ്പം നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ, ഒന്ന് പ്രാർത്ഥിച്ചേ. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ ഇന്ന് സ്വീകാര്യം. എൻ്റെ കഴിഞ്ഞകാല ജീവിതം അറിയാവുന്നവരുടെ എല്ലാവരുടെയും ഇടയിൽ ഞാനിന്ന് എൻ്റെ ഈ മാറ്റത്തിൽ അവരെല്ലാവരും ആനന്ദിക്കുന്നവർ തന്നെയാണ്. ഇന്ന് എവിടെയെല്ലാം ഈ നിങ്ങൾ രണ്ടാളും ഡിവൈനിൽ വെച്ച് മാമോദിസയൊക്കെ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസമൊക്കെ സ്വീകരിച്ച് തിരിച്ച് ചെല്ലുമ്പോൾ പിന്നെ ഈ വീട്ടിലൊക്കെ താമസിച്ചപ്പോൾ പിന്നെ ഈ ഇടവപ്പള്ളിയിലേക്ക് എങ്ങനെയാണ് പിന്നീട്? പിന്നെ ഈ കാഞ്ചാർ ഞങ്ങൾ നരിയമ്പാറ താമസിക്കാൻ തുടങ്ങി. അതിന് തൊട്ടടുത്ത് തൊവരാറ് ഇടവപ്പള്ളിയിൽ വെച്ച് അമ്മ മാമോദിസ സ്വീകരിച്ചത് അവിടെ വെച്ച് തന്നെ. അപ്പം അങ്ങനെ അവിടെ ഇടവകയായിരുന്നു. അപ്പോൾ ഈ കാഞ്ചിയാർ ഇടവകയായിട്ട് എങ്ങനെയാണ് പിന്നീട് ബന്ധം സ്ഥാപിക്കുന്നത്? അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ച അങ്ങോട്ട്. അതെങ്ങനെയാണ്? ഇതിന് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ 99 ഓഗസ്റ്റ് 14 ഞങ്ങൾ പിന്നെ വിവാഹം ആയിരുന്നു. അതെങ്ങനെയാണ് വിവാഹമൊക്കെ നടന്നത്? കാരണം ഇങ്ങനെ ജീവിച്ച ഒരാൾക്ക് അവിടുന്ന് പെണ്ണ് കിട്ടുക അത്ര എളുപ്പമല്ല. മാറ്റങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് പെൺവീട്ടുകാരത് അതേപടി അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നീട് എങ്ങനെയാണ് അത് ഒരു രണ്ടാം വിവാഹമാണെന്നും കൂടെ വിചാരിക്കുന്നത്? അതെ. ഈ കാഞ്ചിയാർ പള്ളിക്കവല സിറ്റിയിൽ വെച്ച് 99 ആരംഭത്തിൽ ആ ന്യൂ ഇയറിൽ ഈ ഉണ്ണിച്ചേട്ടൻ ഒരു പ്രോഗ്രാം നടത്തി. ഒരു വില്ലേജ് ഇവാഞ്ചലൈസേഷൻ എന്നും പറഞ്ഞൊരു പരസ്യ പ്രോഗ്രാം നടത്തി. അപ്പോൾ അന്ന് പിന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് PJ ആൻ്റണി, പിന്നെ അന്നത്തെ ഇടുക്കി ജില്ലാ അസിസ്റ്റൻ്റ് കളക്ടർ ജോസഫ് സാറ് സുവിശേഷകനായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. കാഞ്ചിയാർ ഇടവപ്പള്ളിയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കാഞ്ചിയാർ ഇടവപ്പള്ളിയിലെ വികാരിയച്ഛൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സാക്ഷ്യം, അങ്ങനെ ഇത്രയുമായിരുന്നു അന്നത്തെ അവിടുത്തെ പ്രോഗ്രാം. അത് വികാരിയച്ഛൻ കൊട്ടാടി കുന്നലച്ഛനായിരുന്നു അന്ന്. അപ്പം ഇവരുടെ പ്രസംഗത്തിനിടയ്ക്ക് രണ്ടുപേരുടെ പ്രസംഗം കഴിയുമ്പോൾ എൻ്റെ സാക്ഷ്യം, പിന്നെ PJ ആൻ്റണിയുടെ ടോക്ക്, അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ശുശ്രൂഷയെ പങ്കെടുക്കാനായിട്ട് ഞാനിന്ന് കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ അനുജത്തി ഉണ്ടായിരുന്നു, ഇളയമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഇളയമ്മ നല്ല വിശ്വാസമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇളയമ്മ ഈ പ്രോഗ്രാം കേൾക്കാനായിട്ട് വന്നു. അപ്പോൾ ഈ സാക്ഷ്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഇളയമ്മയാണ് ഈ വിവാഹം എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി, ബിനോയ് കാക്കനാട്ട് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ വഴി ആലോചിച്ചു. അങ്ങനെ ചെന്ന് കണ്ടു. അങ്ങനെയാണ് ഇത് നടത്തുന്നത്. അപ്പം വിവരങ്ങളൊക്കെ തുറന്നു പറഞ്ഞായിരുന്നു? വിവരങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പഴയകാല ജീവിതം എങ്ങനെയാണ് അത് ബിനോയിലൂടെ തന്നെ. ബിനോയ് തന്നെ പറഞ്ഞു. പിന്നെ ഇളയമ്മ കേട്ടല്ലോ, ഇളയമ്മ നേരിട്ട് കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ പെൺകുട്ടിയോട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണോ എന്ന് ഞാനും ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ചുക്കാൻ പിടിച്ചു. അവർക്കൊന്നും സംശയമൊന്നും ഒന്നുമില്ല. അപ്പോൾ അതിനെല്ലാം നേതൃത്വം നൽകാനായിട്ട് കട്ടപ്പനയിൽ അന്ന് ഞങ്ങളോട് കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആൻ്റണി കോട്ടൂർ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. പിന്നെ മാത്യൂസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ. അവർ രണ്ടും കൂടാണ് ഈ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നീക്കിയത്. വിവാഹം ഉറപ്പിക്കുമ്പോൾ ഞാൻ പിന്നെ പോട്ടയാശ്രമത്തിലെ ജോർജ് കുന്നും ബ്രദറിൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കും. ഞാൻ തിരിച്ചു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രാം തീയതി ഒത്തു കല്യാണമാണ്, ഇത്രാം തീയതി കല്യാണമാണ്. ഒരു പിതാവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ആൻ്റണി കോട്ടൂരാണ് ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്നത്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചു. അവനെയാണ് ഇങ്ങനെ പിന്നെ താമസിക്കുക. അപ്പം അങ്ങനെ താമസമൊക്കെ ആരംഭിച്ചു. അമ്മയും ഞാനും ഭാര്യയും കൂടെ ഒരുമിച്ച് താമസം ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു 99 ഓഗസ്റ്റ് 14 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം.
അപ്പോൾ അതിനുശേഷമുള്ള ഞങ്ങളുടെ ക്രൈസ്തവ കൗദാശിക കുടുംബജീവിതത്തിൽ 7 കുഞ്ഞുങ്ങളെ നൽകി ഞങ്ങളുടെ കുടുംബജീവിതത്തെ സമൃദ്ധമായിട്ട് 7 കുഞ്ഞുങ്ങളെ നൽകി ജീവന്റെ സമൃദ്ധി കൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവമായ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ഈ വൈഫിന് താല്പര്യമായിരുന്നോ? അതെ, കുഴപ്പമൊന്നുമില്ല, സമ്മതത്തോടുകൂടി തന്നെയായിരുന്നു. അതെ. അതിലൊരു കുഞ്ഞ് 2 മാസം ഉദര അവസ്ഥയിൽ തന്നെ 2 മാസമായിരുന്നു. അപ്പോൾ അബോർഷനായി ദൈവസന്നിധിയിലേക്ക് മടങ്ങി. എങ്കിലും 2 മാസം പ്രായമായ ഒരു വ്യക്തി എന്ന നിലയിൽ 7 പേരാണ് ആ കുഞ്ഞ് സ്വർഗത്തിലെ അൾത്താരയിൽ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. ഇപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്ന 6 മക്കളുണ്ട്. അതിൽ മൂത്ത മോന് BBA കഴിഞ്ഞിട്ട് ഇപ്പം തിരുവനന്തപുരത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പരീക്ഷയുടെ കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 6ാം മാസത്തിലേക്ക് കയറി. രണ്ടാമത്തേത് അവന് സേവ്യർ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ മകൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിൽ സെബാസ്റ്റ്യൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം +2 കഴിഞ്ഞ് കപ്പൂച്ചിൽ സെമിനാരിയിൽ ആയിരുന്നു. ഒരു 1.5 വർഷം കഴിഞ്ഞ് ചില മെഡിക്കൽ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോൾ ഈ വർഷം ഡിഗ്രിയിലേക്ക് കയറുകയാണ്. മൂന്നാമത്തേതൊരു മകളാണ്. അവൾക്ക് മാലാഖമാരുടെ നാമധേയത്തിൽ ഏഞ്ചൽ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവൾ ഇപ്പം 90% മാർക്കോടെ +2 ജയിച്ചു. ഇനിയിപ്പോൾ ഡിഗ്രിയിലേക്ക് കയറാനായിട്ട് ഇരിക്കുന്നു. 4ാമത്തേത് ഒരു മകനാണ്. അവന് കുട്ടികളുടെ ഏറ്റവും വലിയ വിശുദ്ധനായ ഡൊമിനിക് സാവിയോയുടെ നാമധേയത്തിൽ സാവിയോ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അവനിപ്പം 10ാം ക്ലാസ്സിൽ 80% മാർക്കുണ്ടായിരുന്നു. 10ാം ക്ലാസ് ജയിച്ചു. പിന്നെ +1 കയറാനായിട്ട് ഒരുങ്ങുന്നു. 5ാമത്തേതൊരു മകനാണ്. അവന് സെൻറ്റ് ജോസഫിൻ്റെ നാമധേയത്തിൽ സാൻജോ എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. അവൻ 9ാം ക്ലാസ്സിലേക്ക് കയറി. 4ാമത്തേതൊരു മകളാണ്. അപ്പോൾ അവൾ അസീസിയുടെ തിരുനാളിൻ്റെ അന്ന് ഒക്ടോബർ 4-ാം തീയതി അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ലഭിച്ചതുകൊണ്ട് അസീസിയുമായി ബന്ധപ്പെടുത്തി അവൾക്ക് ക്ലാര എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പേര് കൊടുക്കാനും ഒരു കാരണമുണ്ട്. ഞാൻ നെടുങ്കുന്നത്തായിരുന്നപ്പോൾ മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മിണ്ടാമഠത്തിലെ ഒരു കന്യാശ്രീ അമ്മയുണ്ടായിരുന്നു. എനിക്കത് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് വാഴപ്പനടി അച്ഛനോട് ചേർന്ന് ഗുജറാത്തിലെ മാഹുവായിൽ അവരുടെ കോൺവെൻറ്റിൽ വെച്ച് സമൂഹത്തിനും അവർക്കുമായിട്ട് നടന്ന ഒരു ധ്യാനത്തിൽ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ മദർ ഓടി വന്ന് എൻ്റെ കയ്യെ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മദർ പറഞ്ഞു, മോനെ, നീ ആ നെടുങ്കുന്നത്തൂടെ ഉന്തുവണ്ടി തള്ളി നടന്ന കാലഘട്ടം മുതൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നടാ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഇങ്ങനെ മറുപടി നൽകിയല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ എന്നോടത് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സിസ്റ്റർ നെടുങ്കുന്നത്തുണ്ടായിരുന്ന മഠത്തിലുണ്ടായിരുന്നു. അവിടെ വെച്ച് അന്ന് ബ്രദറിനെ കണ്ടിട്ടുണ്ട്. ഉണ്ട്. ഞാൻ ഈ നെടുങ്കുന്നത്തോട് ഈ ടൗണിൽ കൂടി ഉന്തുവണ്ടിയൊക്കെ തള്ളി നടക്കുമ്പോൾ വലിയ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇതിലൂടെ എല്ലാം കർത്താവ് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാതെ ഓരോ വ്യക്തിയുടെയും മാറ്റത്തിൻ്റെ നടുവിൽ ഞാൻ ഓർക്കും, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഓരോ വ്യക്തിയുടെയും മാറ്റത്തിൻ്റെ നിലനിൽപ്പിൻ്റെ നടുവിൽ ഇതുപോലുള്ള അനേകം കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും പാവപ്പെട്ട അമ്മച്ചിമാരുടെയും ഒക്കെ കണ്ണുനീരുണ്ടെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം. നമുക്കത് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ പലരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും ആ സിസ്റ്ററിന് ബ്രദറിന്റെ ഈ അനുഭവം, ഈ മാറ്റം, ഇത് നേരിൽ കാണാനുള്ള ഭാഗ്യം കിട്ടി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം. അപ്പോൾ ഈ അമ്മ ഇവളെ ഡെലിവറിക്ക് കയറ്റി കഴിഞ്ഞപ്പം ഇച്ചിരി ഓപ്പറേഷൻ്റെയൊക്കെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അമ്മയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് അസീസിയുടെ തിരുനാളാണ്, അപ്പോൾ ഇന്ന് ആണാണ് ഇന്ന പേരിടണം, പെണ്ണാണ് ഇന്ന പേരിടണം. അപ്പോൾ ആ അമ്മയുടെ ഓർമ്മ ജീവിതകാലം മുഴുവൻ, പക്ഷേ എനിക്കൊരു പേരിടേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ സ്മരണയ്ക്ക്, എങ്കിലും ആ അമ്മയുടെ ഓർമ്മ എന്നും നിലനിർത്താൻ വേണ്ടി അവൾക്ക് അസീസിയുമായി ബന്ധപ്പെടുത്തി ക്ലാര എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പം 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും, 3ാമത്തെ 6ാമത്തെയും പെൺകുട്ടികളാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ ഉയർച്ചയ്ക്ക് അനേകരുടെ കണ്ണുനീര്. കഴിഞ്ഞ് ഈ മുഴുവൻ സമയം ശുശ്രൂഷയിലേക്കൊക്കെ കടന്നു വരുന്നത് അതെങ്ങനെയായിരുന്നു? കാരണം ഈ മാറ്റമൊക്കെ ഉണ്ടായി. ഞങ്ങൾ കാഞ്ചാറിൽ പോയി താമസിക്കുന്ന അമ്മയും മകനും കൂടെ അവിടെ താമസം തുടങ്ങുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ നാളുകളിലൊക്കെ നമുക്ക് ജീവിക്കാനൊരു മാർഗം വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്തായിരുന്നു? ആ നാളുകളിലൊക്കെ ഞാൻ വിറക് കീറാനും ഒക്കെ പോകുമായിരുന്നു. ധ്യാന അനുഭവത്തിനൊക്കെ ശേഷവും അതെ വിറക് കീറാനും പോകുമായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിലെല്ലാം ഒരു സാക്ഷ്യമായി. അപ്പം അന്ന് കഴിച്ചുകൊണ്ടിരുന്നവൻ കഴിക്കുന്നില്ല, വലിക്കുന്നില്ല, കുടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വിറക് കീറാനും വെള്ളം കോരാനും ഒക്കെ പോകും. ഈ ഉണ്ണിച്ചേട്ടൻ്റെ വണ്ടിയെ ശുശ്രൂഷ ചെയ്യും. അതിലൂടെ ഉണ്ണിച്ചേട്ടൻ ആളൊരു പുലിയാണല്ലോ. അതെ ഉണ്ണിച്ചേട്ടൻ അനേകരെ ലക്ഷക്കണക്കിന് ആൾക്കാരെ അടിവേൻ ധ്യാന ഇപ്പൊ ശുശ്രൂഷ ചെയ്യുന്നില്ല. ഇപ്പം പിന്നെ ഇങ്ങനെ ആളൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പം, ആള് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് ധ്യാന കേന്ദ്രങ്ങളെല്ലാം ഉള്ളൂ. ഇപ്പം അനവധി ധ്യാന കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ആളുകൾ ചിതറിക്കപ്പെട്ടതുകൊണ്ട് എങ്കിലും ഇപ്പോഴും അദ്ദേഹം ഈ ദൈവാനുഭവത്തിൽ ഉണ്ട്.
ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം കാണാറുണ്ട്. അത് ശരി. അപ്പം അവരെയൊക്കെ നമ്മൾ ഒത്തിരി മാനിക്കണം. ഒത്തിരി ഒരിക്കലും നമുക്കറിയൊന്നും മറക്കാൻ പറ്റില്ല. കാരണം ആ വണ്ടിയിലെ ശുശ്രൂഷയാണ് എന്നെ ഒരു സുവിശേഷകനാക്കി ആദ്യത്തെ ട്രെയിനിങ് കോളേജായിരുന്നു. ഈ ബസ്സിലായിരുന്നു. ഈ ബസ് ഒരു ട്രെയിനിങ് കോളേജായിരുന്നു. കാരണം അങ്ങോട്ട് പോകുമ്പോൾ അവരോട് നമ്മുടെ അനുഭവങ്ങൾ പറയും. 4 മണിക്കൂർ യാത്രയുണ്ട്, 2 മണിക്കൂർ എനിക്കാ. അപ്പൊ ഞാൻ ഈ സാക്ഷ്യം പറയും. തിരിച്ചു വരുമ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിൽ നിലനിൽക്കാനുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ പിന്നെ കൊച്ചു കൊച്ചു ശുശ്രൂഷകളൊക്കെ പള്ളികളിലൊക്കെ ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ പള്ളികളിൽ 1 ഡേ പ്രോഗ്രാമിനൊക്കെ സാക്ഷ്യം പറയാൻ. അപ്പം ഞാൻ ഈ ക്ഷമയുടെ ടോക്ക് സാക്ഷ്യവുമായി ബന്ധപ്പെടുത്തി എടുക്കും. അങ്ങനെ വന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഉപ്പുതറയുള്ള ഒരു കുഞ്ഞുമോൻ ചേട്ടനിലൂടെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അന്ന് ഒരു ധ്യാനഗുരുവായ ജോസഫ് വാഴപ്പിനടി അച്ഛനെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ അച്ഛന് അന്ന് പിന്നെ ഉപ്പുതറയ്ക്കടുത്ത് ഒരു പള്ളിയിൽ പിന്നെ വികാരി അച്ഛനായിട്ടിരിക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു 1 ഡേ പ്രോഗ്രാം എല്ലാ 2ാം ശനിയാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ദിവസം സാക്ഷ്യം പറയാനായിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ സാക്ഷ്യം പറയാനായിട്ട് ചെന്നു. അപ്പോൾ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ അതൊരു ഭയങ്കര അനുഭവമായിട്ട് മാറി. അങ്ങനെ പിറ്റേ ദിവസം മുതൽ അച്ഛൻ്റെ ഇവിടെ ധ്യാനത്തിനെ എല്ലാം പറഞ്ഞു. അപ്പോൾ അച്ഛൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ വചനമൊക്കെ പെട്ടെന്ന് എടുത്ത് വായിക്കും, ഈ സാക്ഷ്യം പറയും, ജപമാലയൊക്കെ ചെല്ലും, അങ്ങനെ സുതിപ്പിനൊക്കെ കൂടും. അങ്ങനെയായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകളൊക്കെ എനിക്ക് അച്ഛൻ തരാൻ തുടങ്ങി. അങ്ങനെ ഒരു പായിപ്പാട് പള്ളി ധ്യാനിപ്പിക്കുന്ന സമയത്ത് അച്ഛന് പെട്ടെന്ന് ലൂസ് മോഷനൊക്കെ ആയിട്ട് ധ്യാനം തുടരാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ അന്നേരത്തിന് ഒരു അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് ഒരു 5-8 മാസമായി. അപ്പോൾ അച്ഛൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടും എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തുടർന്നുള്ള 2 ദിവസം ഞാൻ തന്നെ ധ്യാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ എടുത്തുകൊണ്ടിരുന്ന ടോക്കുകൾ ഞാൻ എടുത്തു. അന്ന് ഞങ്ങൾ റെക്കോർഡൊക്കെ ചെയ്ത് അച്ഛനെ കൊണ്ടൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ അച്ഛന് മനസ്സിലായി അവൻ ക്ലാസ് എടുക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ പകുതി ക്ലാസ് ഞാനും പകുതി ക്ലാസ് അച്ഛനും എടുക്കാൻ തുടങ്ങി. ആ യാത്ര ഒരു 10 വർഷക്കാലം അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്തു. ശരിക്കും വാഴപ്പിനടി അച്ഛൻ്റെ കൂടെയുള്ള ആ ഒരു സഹവാസമാണ് ഈ ഒരു ധ്യാനരംഗത്തേക്ക് വളരാനും വചനപ്രഭാഷണ രംഗത്ത് വളരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതെ. അപ്പം നോയമ്പൊക്കെ തുടങ്ങിയ എല്ലാ ആഴ്ചയിലും ധ്യാനമുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ 1 ഡേ പ്രോഗ്രാമുകളുണ്ട്. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഒരു 10 വർഷക്കാലം. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ അച്ഛന് ധ്യാനത്തെ പിന്നെ ഒന്ന് മാറിയൊക്കെ നിൽക്കേണ്ടി വന്നൊരു സമയത്ത് പെട്ടെന്ന് പിന്നെ ഇങ്ങനെ ധ്യാനം പിന്നെ പെട്ടെന്നൊന്നും അല്ലാതെ ധ്യാനമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അന്നേരത്തിന് പെട്ടെന്ന് തന്നെ ഡാനിയൽ പൂർണ്ണത്തിലച്ഛനുമായിട്ട് പരിചയപ്പെട്ടു. അച്ഛൻ്റെ കൂടെ പാട്ട് പാടുന്ന ഡിവൈനിലൊക്കെ പാട്ട് പാടിക്കൊണ്ടിരുന്ന പോൾ സമ്പ്രദറിൻ്റെ സഹായത്തോടെ ഡാനിയൽ അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛനന്ന് പത്തനംതിട്ട കൊടുമണ്ണ് പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ്. അങ്ങനെ അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നു. അപ്പോൾ ഈ സാക്ഷിയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ അതൊരു ഭയങ്കര ഒരു ഇത് തോന്നി. അങ്ങനെ പിന്നീട് അച്ഛൻ്റെ കൂടെ ധ്യാനിപ്പിക്കാനായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ഞാൻ ഈ സാക്ഷിയൊക്കെ പറയും, ഈ ക്ഷമയെക്കുറിച്ചുള്ള ടോക്ക് എടുക്കും. അതിനുശേഷം അച്ഛനൊരു ശുശ്രൂഷ ആരംഭിച്ചു. ഈ തിരുവനന്തപുരം മേഖലയിൽ 10ഉം 15ഉം വീട്ടുകാരുള്ള ഇടവകളുണ്ട്. അത് 3 റീത്തിലും പെട്ട ഇടവകളുണ്ട്. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ് നമുക്ക് ഈ ഇടവകളിലൊക്കെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് പൈസ മുടക്കി ഒരു ധ്യാനം നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും അവർക്കില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ഇടവകളിൽ പോയി നമുക്ക് ധ്യാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇടവകളിൽ സൗജന്യമായിട്ട് ഞങ്ങളൊരു ധ്യാനം ആരംഭിച്ചു അച്ഛൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ പൈസ തരും. പക്ഷേ ഇടവകയിൽ നിന്ന് അച്ഛൻ പൈസയൊന്നും വാങ്ങിക്കില്ല. അവർ ഞങ്ങൾക്ക് സൗണ്ട് സംവിധാനം മാത്രം ഒരുക്കി തന്നാൽ മതി. അങ്ങനെ അനേകം പള്ളികളിൽ ഡാനിയൽ അച്ഛൻ അപ്പോൾ 3-4 ധ്യാനമൊക്കെ ഒരു ആഴ്ച തന്നെ കാണും. അപ്പോൾ ഒരിടത്ത് ഞാൻ പോകും, ഒരിടത്ത് അച്ഛൻ പോകും. അപ്പോൾ 2 ദിവസം ഞാൻ നടത്തും. 3-ാം ദിവസം അച്ഛൻ വന്നത് അത് ആരാധനയൊക്കെ നടത്തി അത് പൂർത്തീകരിക്കും. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കൂടെ ഒരു 9 വർഷക്കാലമായിട്ട് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പം വലിയ വലിയ കൺവെൻഷനൊക്കെ ആയപ്പോഴും എനിക്ക് ഈ പിള്ളേരെയൊക്കെ വിട്ടിട്ട് വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റാത്ത എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ബ്രദറെ. അത് കാരണം എനിക്ക് കിട്ടാത്ത സ്നേഹം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നൊരു ഒരു ഇതുകൊണ്ട് എനിക്കങ്ങനെ അല്ലെ ഞാൻ സ്ഥിരം അവിടെ പോയി നിൽക്കണം. അപ്പോൾ അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കാലഘട്ടത്തിലും മക്കളുടെ അടുത്തൊക്കെ ഒരു വ്യക്തിയെ നയിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് മക്കളൊന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നിശ്ചയമായിട്ടും കാരണം ബ്രദറിൻ്റെ ഒരു അപ്പൻ എന്നുള്ള നിലയിൽ ഉള്ള സ്നേഹം ഇപ്പോൾ ഈ ഒരു തിരിച്ചറിവ് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം എനിക്ക് കിട്ടിയില്ല, അപ്പൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല, അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ വീട്ടിൽ നമ്മുടെ സാന്നിധ്യം അത് ആവശ്യമാണ്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ശുശ്രൂഷകളും ഒപ്പം തന്നെ ജീവിത മാർഗങ്ങളും ഒക്കെ കൂടി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നല്ലേ. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ അച്ഛൻ വിളിക്കുമ്പോൾ പോകും, ശുശ്രൂഷ ചെയ്യും. അപ്പോൾ അങ്ങനെ അച്ഛനുമായിട്ട് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു 2-3 വർഷങ്ങളായിട്ട് കോവിഡിൻ്റെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ.
ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും? ശുശ്രൂഷകളെല്ലാം ബ്ലോക്കായി പോയി. ഇപ്പം ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും വരുമാന മാർഗമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്? എനിക്കൊരു ഓട്ടോറിക്ഷയുണ്ട് ബ്രദറെ. പിന്നെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യം 2 ഓട്ടോറിക്ഷയുണ്ട്. ഒന്ന് ആള് കയറുന്ന വണ്ടിയുണ്ട്, പിന്നെ ലഗേജ് കയറ്റുന്ന വണ്ടിയുണ്ട്. 2 ഓട്ടോറിക്ഷ ഉണ്ട്. 2 ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പം ആ ഓട്ടോറിക്ഷ ഓടിക്കും. പിന്നെ ഈ 6 കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയിട്ട് ഭാര്യ ഓട്ടോറിക്ഷ വേറെ ഡ്രൈവറെ വെച്ച് ഓടിക്കും? ഇല്ലില്ല, ഞാൻ തന്നെ 2. എങ്ങനെ ഒരാൾ 2 ഓട്ടോ ഓടിക്കും? അതിന് ഓട്ടം വരുമ്പോൾ അതേ പോവും, പാസഞ്ചറിന് വരുമ്പോൾ അതേ പോവും, ലോഡ് കയറ്റുന്നതിന് വരുമ്പോൾ അതേ പോവും. 2 വണ്ടി ഒരു സ്റ്റാൻഡിൽ കിടക്കും. ഒരു സ്റ്റാൻഡിൽ കിടക്കും. എന്നിട്ട് ഏതിനാണ് ആള് വരുന്നത് അങ്ങോട്ട് പോകും. പിന്നെ ഭാര്യ ഈ 6 കുഞ്ഞുങ്ങളുടെയും കാര്യം നോക്കിയിട്ട് അവള് പിന്നെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഏലത്തിന്റെ പണിക്ക് പോകുന്നതാണ്. ഇന്നും പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പണിക്കും. അപ്പോൾ അവള് കൂലിപ്പണി ചെയ്തും ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സമ്പത്ത് കണ്ടെത്തും. പിന്നെ നമുക്ക് അതുപോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ 6 മക്കളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല ഭാരിച്ച ചെലവ് വരുമല്ലോ. പിന്നെ ഇതൊക്കെ ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഓടിപ്പോകും. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഞെരുക്കത്തിൻ്റെയൊക്കെ നടുവിൽ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് അനേകം പേരുടെ കരങ്ങളെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ കൊറോണയുടെ കാലഘട്ടത്തിലും നിരവധികളായ വ്യക്തികളിലൂടെ നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെയൊക്കെ നടുവിൽ നമ്മളെ സഹായിക്കാനായിട്ട് കർത്താവ് അനേകം പേരുടെ കരങ്ങളെ അഭിഷേകം ചെയ്ത് ഉയർത്തി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പട്ടിണി കിടന്നില്ല. ഇല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഈ 6 കുഞ്ഞുങ്ങളുള്ളതിൻ്റെ പേരിൽ കൂലിപ്പണിക്കാരായ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് വരെ ഒരു നേരം പോലും പട്ടിണി കിടക്കാനോ അവരുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ ഒരു കാര്യത്തിനും ദൈവമായ കർത്താവ് ഇന്ന് വരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ വൈഫ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കെല്ലാം STയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആദിവാസി വിഭാഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ ഇതിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് പഠിക്കാനായിട്ടുള്ള സ്റ്റൈഫൻഡുകളും ഒക്കെ നമുക്ക് ലഭിക്കാറുമുണ്ട്. സ്കോളർഷിപ്പുകളും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കർത്താവ് പരിപാലിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാഞ്ചിയാർ ഇടവകയല്ലേ? ഇടുക്കി രൂപതയിൽപ്പെട്ട പേഴുങ്കണ്ടം ഇടവകയാണ്. കാഞ്ചിയാർ റോഡിന്റെ ഒരു വശം കാഞ്ഞിരപ്പള്ളി രൂപതയും ഒരു വശം ഇടുക്കി രൂപതയുമാണ്. ഇടുക്കി രൂപതയിൽപ്പെട്ട പേഴുങ്കണ്ടം ഇടവകയാണ്. ഇതിനിടെ ചോദിക്കട്ടെ, ഈ വീടൊക്കെ പുതുക്കി പണിയാനൊക്കെ പറ്റിയിരുന്നോ? ഗവൺമെന്റിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപ വീടിന് വേണ്ടി അനുവദിച്ചിരുന്നു. വൈഫ് ST ആയതുകൊണ്ട് തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയാണ്. അങ്ങനെ 6 ലക്ഷം രൂപ അനുവദിച്ചു. നമ്മളത് എഗ്രിമെൻറ്റ് ചെയ്യാനായിട്ട് 2 ദിവസം കഴിഞ്ഞ് എഗ്രിമെൻറ്റ് ചെയ്ത് പൈസ ആദ്യ ഗഡു വാങ്ങിക്കണം. ആ സമയത്ത് ലാസ്റ്റ് ഇത് നോക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വന്നു. അത് അവിടെ തന്നെയുള്ള ആളാണ്. പക്ഷേ 2 മുറിയിൽ ഫോളോ ഓഫീസിന് ഭിത്തി കെട്ടി ഷീറ്റിട്ട് ഒരു വീട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളി ഇവർക്ക് വീടുണ്ട് എന്ന് എഴുതി വിട്ടുകൊണ്ട് ആ വീട് നമുക്ക് ക്യാൻസലായി. പക്ഷേ എനിക്ക് ഉറപ്പാണ് ആ വീട് ക്യാൻസലായാലും ദൈവം അതിലും നല്ലത് തരും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന തരണമെന്ന് ശരിക്കും ഇപ്പം പ്രാർത്ഥിക്കാറില്ല, തരുന്നതിനെ ഓർത്ത് നന്ദി പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവക ദൈവാലയം സിൽവർ ജൂബിലി ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് ഒരു വീട് പണിത് കൊടുക്കാനായിട്ട് ഇടവക തീരുമാനമെടുത്തു. അപ്പോൾ അതിന് ആവശ്യമുള്ളവർ അപേക്ഷ വെക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മളെക്കാട്ടി യോഗ്യരായവരുള്ളതുകൊണ്ട് നമ്മൾ അപേക്ഷ വെച്ചില്ല. പക്ഷേ അവസാനം അത് കറങ്ങി തിരിഞ്ഞ് ആ വീട് നമുക്ക് പണിത് തരാനായിട്ട് ഇടവക തീരുമാനിച്ചു. അങ്ങനെ ഇടവകയുടെ നേതൃത്വത്തിൽ അവിടെ ഇടവക ജനം മുഴുവൻ ഒന്നടങ്കം അതിനകത്ത് പങ്കാളികളായിക്കൊണ്ട് 10 ലക്ഷം രൂപ വില വരുന്ന 830 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമും അടുക്കളയും ഹാളും സിറ്റ് ഔട്ടും ഉള്ള മനോഹരമായൊരു വീട് എല്ലാ പണിയും തീർത്ത് ജൂബിലിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇടവക ആ വീട് വെച്ച് തന്നു. ഇടവക പള്ളിയിലൊക്കെ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ പറ്റും? ചെയ്തിട്ടുണ്ട്. നല്ല ബന്ധമാണ്. അതെ, ഇതിന് മുമ്പിരുന്ന വികാരിച്ചൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ആരാധനയുണ്ട്. അപ്പോൾ സുതിപ്പിനും എല്ലാത്തിനും കൊറോണ കാലഘട്ടത്തിലെല്ലാം നമ്മൾ കൂടാറുണ്ട്. ഇടവപ്പള്ളി ധ്യാനിപ്പിച്ചിട്ടുണ്ട്, വാഴപ്പള്ളി അച്ഛനോട് ചേർന്ന് ധ്യാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞെരുക്കങ്ങളുണ്ടായിട്ടുണ്ട് ബ്രദറെ ഒരുപാട്. കാരണം ഈ ചില കടബാധ്യതകളും അങ്ങനെയൊക്കെയുള്ള ചില ദുരന്തങ്ങളും മൂലം സമയത്ത് ഈ ശുശ്രൂഷയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്തെങ്കിലും ജോലിക്ക് പോകാനായിട്ട് എന്ന് പറഞ്ഞാൽ ലോറിയൽ ജോലിക്ക് പോകാനായിട്ട് ഞാൻ തയ്യാറായിരുന്നു. കാരണം കുറേ കടബാധ്യതകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ശരിക്കും ഒരു ഞെരുക്കം ഉണ്ടായിരുന്നു. അത് ബ്രദറെ ഒരുപാട് ശുശ്രൂഷകർക്കുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണത്. കാരണം കഷ്ടതകളൊക്കെ വരുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കുകയും ചിലർക്ക് അതിലേക്ക് പോവുകയും അതിനൊന്നും ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം വെച്ചെന്നാൽ പലരുടെയും ഫെയ്ത്തിൻ്റെ ആ ലെവല് വ്യത്യാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ ചിലരൊക്കെ ജോലിക്ക് പോയി, അതിനകത്തൊന്നും ഞാനൊരു തെറ്റ് പറയത്തില്ല. കാരണം നമ്മുടെ കുടുംബം പുലർത്തുക എന്നുള്ളത് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ്. അതെ,
അപ്പോൾ പക്ഷേ അവിടെയും കർത്താവ് അനുവദിച്ചില്ല ബ്രദറെ, അതാണ്. അപ്പോൾ അവിടെയും കർത്താവ് അനുവദിച്ചില്ല. അപ്പോൾ ഞാനൊരു 10 വർഷമായിട്ട് ബിജു കുന്നുംപുറം എന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ കൂടെ റിഡംബറിസ്റ്റ് സന്യാസ സമൂഹത്തിൽപ്പെട്ട അച്ഛനാണ്. ഇപ്പം ആലുവ ചൊവ്വര ആശ്രമത്തിലെ റെക്ടച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനൊരു 10 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് അച്ഛനാണ് എന്നെ വീണ്ടും ഈ ശുശ്രൂഷയിൽ, ഈ ചൊവ്വര ആശ്രമത്തിലൊരു ശുശ്രൂഷ തന്നുകൊണ്ട്, ശനിയാഴ്ച നടക്കുന്ന ആരാധനയിലൊരു ശുശ്രൂഷ തന്നുകൊണ്ട്, പിന്നെ അച്ഛൻ്റെ ധ്യാനത്തിനൊക്കെ ഒരു ക്ലാസ് എടുക്കാനൊക്കെയുള്ള ഒരു അവസരം തന്നുകൊണ്ട് ഈ ശുശ്രൂഷ ജീവിതത്തിൽ ശരിക്കും വീണ്ടും എന്നെ പിടിച്ചു നിർത്താനായിട്ട് അച്ഛനിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചത്. ആ ശുശ്രൂഷകളൊക്കെ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടും ഒക്കെ സഹായിച്ച് ഈ ശുശ്രൂഷ വീണ്ടും നമ്മളെ പിടിച്ചു നിർത്തിയത് ഈ ബിജു കുന്നുംപുറം അച്ഛനാണ്. ഇവരെ ആരെയും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എനിക്കൊരു അനുഗ്രഹം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും ഈ 23 വർഷം ശുശ്രൂഷ ചെയ്തു. ഈ 23 വർഷം ഏതെങ്കിലും ഒരു പുരോഹിതനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൃപ ദൈവമായ കർത്താവ് നൽകി. സഭയോട് ചേർന്ന് പോവുക, തിരുസഭയോട് ചേർന്ന് നിന്ന്, അപ്പം അച്ഛനോട് ചേർന്ന് സഭയോട് ചേർന്ന് നിൽക്കാനായിട്ട് ഒരു കൃപ കർത്താവ്. അതാണ് നമ്മുടെ നിലനിൽപ്പ് എന്നുള്ള കാര്യം നമുക്ക് നല്ല ബോധ്യമാണ്. അതെ അതെ. KSTയോട് ചേർന്ന് രൂപതയുടെ സർട്ടിഫിക്കറ്റും ഉണ്ട്. സർട്ടിഫിക്കറ്റോട് കൂടി അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഇപ്പം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, നമുക്ക് ജീവിത മാർഗമായിട്ട് 2 ഓട്ടോറിക്ഷ ഉണ്ട് ഇവിടെ. വീട്ടിലുള്ള സമയത്തൊക്കെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ശുശ്രൂഷയ്ക്കായിട്ട് ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ പോയി ശുശ്രൂഷയും ചെയ്യുന്നു. ഇടയ്ക്ക് കണ്ടുമുട്ടുന്നവരോടൊക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഓട്ടോയിലൊക്കെ സാക്ഷികളായി ജീവിക്കുന്നു. ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുന്നവരോടും സംസാരിക്കാറുണ്ട്. ഇന്നിപ്പോൾ കട്ടപ്പനയിൽ നിന്ന് ഇവിടെ തൃശ്ശൂർ വരെയും ഈ ഓട്ടോറിക്ഷ ഓടിച്ചാൽ വന്നതെന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു അതിശയമായിട്ടാണ് തോന്നുന്നത്. ശുശ്രൂഷ പങ്കാളിയാണ്. എവിടെ പോയാലും ഓട്ടോറിക്ഷയിൽ പോകും. പോകാറുണ്ട്. ശുശ്രൂഷയിൽ പങ്കാളിയാണ്. അതിന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുകയാണ് ജീവിതത്തിൽ. അതെ അതെ. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക്. അതെ. എവിടെ വിളിച്ചാലും പോകും. അവിടെ പൈസയോ അതൊന്നും പ്രശ്നമൊന്നുമല്ല. ശുശ്രൂഷയ്ക്ക് എവിടെ വിളിച്ചാലും പോകും. ഇനി നമ്മൾ ചെല്ലുന്നിടത്തുനിന്ന് നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിലും കർത്താവ് വിശ്വസ്തനാണ്. ആ പൈസ വേറെ അല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിശേഷം പറയുക, നമ്മൾ സാക്ഷിയായി തീരുക എന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞത് അനേകരെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്തിൽ 8 വർഷത്തെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒടുവിൽ അമ്മ മരണത്തോട് അടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അമ്മ നന്നായിട്ട് ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ മാറ്റത്തിൻ്റെ സമയം വരെ ഇങ്ങനെ അമ്മ കരഞ്ഞു. പക്ഷേ ഈ മരണസമയത്ത് ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി ഒരു തിരുവോണത്തിൻ്റെ അന്നാണ്, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത് 8 നോയമ്പിൻ്റെ 5ാമത്തെ നോയമ്പിൻ്റെ അന്നാണ്. അപ്പോൾ അന്ന് ഇതുപോലെ ഒരു 3 മണിയോടുകൂടി അമ്മ മരണത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ശുശ്രൂഷയിലായിരുന്നു അന്ന് പിറ്റേ ദിവസം തലേദിവസം വൈകിട്ട് വരെ. അപ്പോൾ ആ ശുശ്രൂഷ കഴിഞ്ഞ് വന്നു. ഞാൻ തന്നെ അമ്മയെ കുളിപ്പിച്ച് തോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവശതയിലായി. പെട്ടെന്ന് പായെ കൊണ്ട് കിടത്തി. അപ്പോൾ അത് മരണത്തിലേക്ക് അടുക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും അന്നുണ്ടായിരുന്ന മക്കളും ഞങ്ങളെല്ലാവരും പകർന്നു കൊടുത്ത വെള്ളമെല്ലാം കുടിച്ച് മതി മോനെ എന്ന അർത്ഥത്തിൽ എൻ്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ഒന്ന് മൂളി ഒന്ന് ചിരിച്ചു കാണിച്ചു കേട്ടോ. ആ മരണസമയത്ത് ആ ചിരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മരിച്ചു. ശരിക്കും വളരെ ഭാഗ്യപ്പെട്ട, ശരിക്കും മരണസമയത്താണ് നന്നായിട്ട് ചിരിക്കുന്ന ഒരു കാഴ്ച കണ്ട്. അപ്പോൾ ഞാനോർത്തൊരു 8 വർഷക്കാലം കൈക്കുഞ്ഞിനെ എന്നതുപോലെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതായത് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, പണ്ട് അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോൾ മകൻ്റെ ചിരി കണ്ടിട്ടാണ് അമ്മ മകനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവസാനം മടങ്ങി പോകുമ്പോൾ ഈ മകൻ്റെ മുന്നിൽ മകൻ ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കുന്നത് കണ്ട് അതേ മാർഗത്തിലൂടെ അമ്മയും ചിരിച്ചുകൊണ്ട് കടന്നുപോയി. പക്ഷെ അവിടെ എനിക്ക് തെറ്റുപറ്റി. അതാണ് വാസ്തവത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മനോഹാരിത എന്നൊക്കെ ഞാൻ ഓർത്തതേ. എന്നെ നോക്കി ചിരിച്ചതാണെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ പിന്നീട് എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ ചിലർ പറഞ്ഞു, മരണസമയമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സമയം, ശരീരത്തിൽ നിന്ന് ജീവൻ വേർതിരിയുന്ന സമയം. ആ സമയത്ത് നിൻ്റെ അമ്മ ചിരിച്ചെങ്കിൽ എടാ അത് സ്വർഗം കണ്ടിട്ടാന്ന് പറഞ്ഞു. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്ന സ്തേവാനോസ് കണ്ടതുപോലെ ആ ഒരു സ്വർഗീയ ദർശനം അമ്മയ്ക്ക് കിട്ടിയതുകൊണ്ടാണ് ആ മരണസമയത്ത് അമ്മയ്ക്ക് ചിരിക്കാൻ പറ്റിയത് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ വേദനിപ്പിച്ച് ഓരോ വ്യക്തികളോടും ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സ്വർഗം കണ്ട് ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ മരിക്കാനുള്ള ഒരു കൃപ ദൈവമായ കർത്താവ് തരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബ്രദറെ, വളരെ എനിക്കത്ര ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് തോന്നുന്നത്. ബ്രദറിൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ അനേകരെ തീ പിടിപ്പിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ബ്രദറിൻ്റെ അമ്മയുടെ ജീവിതത്തിൽ വന്ന ആ മാറ്റങ്ങൾ, അവസാനം
ചിരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ അനുഭവങ്ങളൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. എത്ര തകർന്നവർക്കും എത്രമാത്രം സാധ്യതകളില്ലാതെ എല്ലാ വാതിലുകളും മുമ്പിൽ അടയപ്പെട്ടവർക്കും ഇനിയും സാധ്യതകളുണ്ട്, ഇനിയും വഴികളെ തുറന്നു വരും. നമ്മുടെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെത്ര കൊടിയ പാപത്തിൻ്റെ മധ്യത്തിൽ കിടക്കുന്നവരാണെങ്കിലും, ചിലപ്പോൾ ഒരുപക്ഷെ ചില മാതാപിതാക്കൾ അവരുടെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. മക്കൾ ചിലപ്പോൾ വഴിവിട്ട ജീവിതം നയിക്കുന്നവർ കാണും, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തവർ കാണും, ഒത്തിരി പഠിപ്പിച്ചു പക്ഷേ പ്രയോജനപ്പെടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അമ്മയപ്പന്മാരോട് പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങൾ ആ മക്കളെ ഈശോയ്ക്ക് കൊടുത്തൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ മാറ്റം കണ്ടിട്ടല്ലാതെ നിങ്ങൾ കണ്ണടയ്ക്കേണ്ടതായിട്ട് വരില്ല. കർത്താവ് ഈ ശുശ്രൂഷ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് രാജൻ കാഞ്ചിയാർ ബ്രദറിൻ്റെ ഈ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തലമുറകളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഒത്തിരി നമസ്കാരം.